വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഈസി ഖുർആൻ സ്റ്റഡി സെന്ററിലേക്ക് എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നാം വിശുദ്ധ ഖുർആനിലെ സൂറ അൽ അറാഫാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തുൽ അറാഫിലെ 36 സൂക്തങ്ങളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു. ഇന്ന് 37 മുതലുള്ള ആയത്തുകൾ ശ്രദ്ധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فمن أظلم ممن افترى على الله كذبا أو كذب بآياته أولئك ينالهم نصيبهم من الكتاب حتى إذا جاءتهم رسلنا يتوفونهم قالوا أين ما كنتم تدعون من دون الله قالوا ضلوا عنا وشهدوا على أنفسهم أنهم كانوا كافرين. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ സൂക്തങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിരുന്നു. അതില് എന്താണ് അനുവദനീയം, എന്താണ് അനുവദനീയമല്ല എന്നതിനെ കുറിച്ചുള്ള സൂചനകൾ നൽകി. അതിനുശേഷം അവധിയെക്കുറിച്ച് പറഞ്ഞു. ഓരോ വ്യക്തിക്കും അവധിയുണ്ട്, ഈ ലോകത്തിന് തന്നെയും ഒരു അവധിയുണ്ട്. അവധി എത്തിയാൽ അള്ളാഹു ആരെയും മുന്തിക്കുകയോ പിന്തിക്കുകയോ ഇല്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം 35-ാമത്തെ സൂക്തത്തില് ആദം സന്തതികളെ മുഴുവനും വിളിച്ചുകൊണ്ട് വളരെ സവിശേഷമായ ഒരു വാഗ്ദാനം നൽകി. എന്താണത്? എൻ്റെ സൂക്തങ്ങൾ നിങ്ങളെ ഓതി കേൾപ്പിക്കുന്ന ദൈവദൂതന്മാർ നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ ആരാണോ തഖ്വ പാലിക്കുന്നത്, ജീവിതത്തെ നന്നാക്കുന്നത്, അവർക്ക് ഭയപ്പെടേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടിയും വരില്ല എന്ന വാഗ്ദാനമായിരുന്നു അത്. അങ്ങനെ 1,00,000-ൽ പരം പ്രവാചകന്മാർ ലോകത്ത് വന്നു. അള്ളാഹു തന്റെ വാഗ്ദാനം പൂർത്തീകരിച്ചു. എന്നാൽ ആ വാഗ്ദാനം തങ്ങൾക്ക് ലഭിച്ചിട്ടും പ്രവാചകന്മാർ വന്നു, വേദഗ്രന്ഥങ്ങൾ വന്നു, എന്നിട്ടും ആ സത്യത്തെ ഉൾക്കൊള്ളാതെ അതിനെ കളവാക്കിയവരുണ്ടല്ലോ, അഹങ്കരിച്ചവർ, അവര് നരകാവകാശികളാണ്, അവരതിൽ ശാശ്വതരാണ് എന്നാണ് 36-ാമത്തെ സൂക്തത്തിൽ പറഞ്ഞത്. അല്ലാഹു തആല ഇതിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് 37-ാമത്തെ സൂക്തം അവതരിപ്പിക്കുന്നത്. അർത്ഥം ശ്രദ്ധിക്കാം. ഫമൻ അസ്ലമു, ഏറ്റവും കൊടിയ അക്രമി ആരുണ്ട്? ലാലിം അക്രമിയാണ്. അല്ലം എന്ന് പറയുമ്പോൾ കൊടിയ അക്രമി എന്നാണ് അർത്ഥം. ഫമൻ അസ്ലം, കൊടിയ അക്രമി ആരുണ്ട്? മിമ്മൻ, ഒരാളെക്കാൾ. ആരാണയാള്? ഇഫ്തറ അലല്ലാഹി കദിബൻ, അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമക്കുന്ന ആളെക്കാളും. ഔ, അല്ലെങ്കിൽ കദ്ദബ, അവൻ കളവാക്കുന്നു, നിഷേധിക്കുന്നു, ബി ആയാത്തിഹി, അള്ളാഹുവിന്റെ സൂക്തങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു കളയുന്നു. അങ്ങനെയുള്ളവനേക്കാൾ കൊടിയ അക്രമി ആരുണ്ട്? ഉലായിക, അത്തരക്കാർ, യനാലുഹും നസീബുഹും മിനൽ കിതാബ്. നാല യനാലു, നേടി എന്നാണ് അർത്ഥം. യനാലുഹും, അവർ നേടും. എന്താണ്? നസീബുഹും,
അവരുടെ വിഹിതം, നസീബ് ഓഹരി വിഹിതം, മിനൽ കിതാബ് അവർ ഗ്രന്ഥത്തിൽ നിന്നുള്ള വിഹിതം അവർ നേടും. ഹത്ത ഇദാ ജാഅത്തുഹും റുസുലുന, ഹത്ത വരെ, ഇദാ ജാഅ വന്നെത്തുന്നത് വരെ, ജാഅത്തുഹും അവർക്ക് വരുന്നത് വരെ, റുസുലുന നമ്മുടെ ദൂതന്മാർ അഥവാ അവരെ മരിപ്പിക്കുന്ന മലക്കുകൾ വരുന്നത് വരെ അവരുടെ പ്രവൃത്തികൾ തുടരും. അങ്ങനെ മലക്ക് വന്നാലോ, യതവഫൗനഹും ആ മലക്കുകൾ അവരെ മരിപ്പിക്കും അഥവാ അവരുടെ ആയുസ്സിനെ പൂർത്തീകരിക്കും, റൂഹിനെ പിടികൂടും. ഖാലു ആ സമയത്ത് അവർ ചോദിക്കും, ആ മലക്കുകൾ ചോദിക്കാണ്, ഐനമാ കുന്തും തദ്ഊന മിൻ ദൂനില്ലാ, ഐന എവിടെ, മാ കുന്തും നിങ്ങൾ ആയിരുന്നല്ലോ, തദ്ഊൻ വിളിച്ചുകൊണ്ടിരുന്നല്ലോ, ദആ യദ്ഉ വിളിച്ചു പ്രാർത്ഥിച്ചു, ഐനമാ കുന്തും തദ്ഊൻ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവരൊക്കെ എവിടെ, മിൻ ദൂനില്ലാ അള്ളാഹുവെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച വ്യാജ ദൈവങ്ങളൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കും. ഖാലു ആ സമയത്ത് ആ മരണത്തിന് കീഴടങ്ങുന്ന ആള് ആ സമയത്ത് മലക്കുകളോട് എന്താ പറയാന്നറിയോ, വല്ലു അന്ന അവർ ഞങ്ങളിൽ നിന്ന് വഴിമാറിപ്പോയിരിക്കുന്നു. വല്ല വഴി തെറ്റി എന്നർത്ഥമുണ്ട്, ഇവിടെ വഴിമാറി സഞ്ചരിച്ചിരിക്കുന്നു എന്നാണ്. ഞങ്ങളെ കൈവിട്ടു പോയി അവര്. വശഹിദു അല അൻഫുസിഹിം അങ്ങനെ ആ മരണാസന്നരായ ആളുകൾ മലക്കുകളുടെ മുമ്പില് വശഹിദു അവർ സാക്ഷ്യപ്പെടുത്തും, അല അൻഫുസിഹിം സ്വന്തത്തിന് എതിരായിട്ട് സാക്ഷി പറയും, അന്നഹും കാനു കാഫിരീൻ നിശ്ചയം തങ്ങൾ സത്യനിഷേധികളായിരുന്നു എന്ന് സ്വന്തത്തിനെതിരായിട്ട് അവര് ആ മലക്കുകൾക്ക് മുമ്പിൽ സാക്ഷി പറയുകയാണ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്കൂ, വളരെ ഗുരുതരമായൊരു സാഹചര്യമാണ് ഇവിടെ അല്ലാഹു തആല വെളിപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കണം. ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഫമൻ അല്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ. ഫമൻ അല്ലമു നമ്മൾ പല സന്ദർഭങ്ങളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. കൊടിയ അക്രമി, അങ്ങേയറ്റം അതിക്രമം പ്രവർത്തിക്കുന്നവൻ ആര് എന്ന ചോദ്യമാണ് ഫമൻ അല്ലമു. അതിനപ്പുറം അക്രമം ചെയ്യുന്ന ഒരാളും ഇല്ല എന്നുള്ള സൂചനയാണ്. ഇവിടെ എന്താണ് അക്രമം? മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബൻ, അള്ളാഹുവിന്റെ പേരിൽ വ്യാജം ചമക്കുക. അതെന്തായിരിക്കും? അള്ളാഹുവിൽ വ്യാജം ചമക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം അവനെ പോലെ തന്നെ ശക്തിയുള്ള മറ്റു ചിലരുമുണ്ട് എന്ന രൂപത്തിൽ വ്യാജം ചമക്കുക എന്നതാണ് അതിൽ ഏറ്റവും ഗുരുതരം. ഇതാണല്ലോ ഷിർക്ക് എന്ന് പറയുന്നത്. ഇഫ്തറ അലല്ലാഹി കദിബൻ, അള്ളാഹു ഉണ്ട്, എന്നാൽ അള്ളാഹുവിന്റെ കൂടെ മറ്റു ചിലരുമുണ്ട്. അള്ളാഹുവിനുള്ളതുപോലെ തന്നെ കഴിവുകൾ, ശക്തി അള്ളാഹു അല്ലാത്ത ഈ വ്യാജ ദൈവസങ്കല്പങ്ങൾക്കുമുണ്ട്. ഇങ്ങനെ വിശ്വസിക്കാം. അത് മനുഷ്യർക്ക് തന്നെ ദിവ്യത്വം കൽപ്പിക്കാം, അതല്ലെങ്കിൽ കഴിഞ്ഞു പോയ ജീവിതത്തിൽ മരണപ്പെട്ടു പോയ മഹാന്മാർക്ക് ദിവ്യത്വം കൽപ്പിക്കാം, അതല്ലെങ്കിൽ അതിനെ ഒരു പ്രതിഷ്ഠയാക്കി മാറ്റിയിട്ട് അതിന് ദിവ്യത്വം കൽപ്പിക്കാം. ഇങ്ങനെ പലതും ചെയ്യലാണ് ഇഫ്തറ അലല്ലാഹി കദിബൻ. അള്ളാഹുവിന്റെ പേരിൽ വ്യാജം കെട്ടിച്ചമച്ച് പറയാം. ഇന്നും സമൂഹത്തിൽ അത്തരം അവസ്ഥകൾ നിലനിൽക്കുന്നുണ്ട്. രണ്ടാമത്തേത് ഔ കദ്ദബ ബി ആയാത്തി, അവര് അള്ളാഹുവിന്റെ സൂക്തങ്ങളെ കളവാക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നു. സൂക്തങ്ങളെ കളവാക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വചനം അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല, ഇതൊക്കെ നിങ്ങൾ വെറുതെ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞില്ലേ, ഭ്രാന്തനാണ്, ജ്യോത്സ്യനാണ്, കവിയാണ് എന്നൊക്കെ പറഞ്ഞത് ഈ വചനങ്ങൾ ദൈവികമല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുക. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തങ്ങൾ, മുഅ്ജിസത്തുകൾ പ്രവാചകന്മാരിലൂടെ വെളിപ്പെട്ടപ്പോ അത് സിഹറാണ്, അത് കേവലം ജാലവിദ്യയാണ്, മാജിക് ആണ്, ഇതൊന്നും അള്ളാഹുവിൽ നിന്നുള്ളതല്ല എന്ന രൂപത്തിൽ വ്യാജമായിട്ട് പറയാം. അതാണ് ഔ കദ്ദബ ബി ആയാത്തിഹി.
അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെതല്ലാത്ത വചനങ്ങൾ മറ്റു പലതും സൃഷ്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന പേരിൽ അള്ളാഹുവിന്റെ പേരിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. ഇതൊക്കെ അതിൽ വരും. അടിസ്ഥാനപരമായിട്ട് സത്യനിഷേധവും അതേപോലെ തന്നെ അള്ളാഹുവിൽ മറ്റുള്ളവരെ പങ്കു ചേർക്കലും ഒക്കെയാണ് ഫമൻ അല്ലമു, കൊടിയ അക്രമി എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറയാണ് ഉലായിക യനാലുഹും നസീബുഹും മിനൽ കിതാബ്. അങ്ങനെയുള്ളവരുണ്ടല്ലോ, ഉലായിക്ക അക്കൂട്ടർ, യനാലുഹും അവർ നേടും, അവർക്ക് ലഭിക്കും, നസീബുഹും അവരുടെ വിഹിതം, മിനൽ കിതാബ് കിതാബിൽ നിന്നുള്ള വിഹിതം ലഭിക്കും. അതെന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ കിതാബ് അവരുടെ കർമ്മ പുസ്തകമാണ്. അല്ലദീന ഊത്തു നസീബം മിനൽ കിതാബ് എന്ന് ഖുർആനിൽ വേറെ പറയുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ വേദവാഹകരായ ആൾക്കാര് ആ വേദഗ്രന്ഥത്തിൽ ചിലത് മാത്രം, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓഹരി മാത്രം, വിഹിതം മാത്രം സ്വീകരിക്കുന്നതിനെ കുറിച്ചായിരുന്നു. എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന കിതാബ് കർമ്മ പുസ്തകമാണ്. ഉലായിക യനാലുഹും നസീബുഹും മിനൽ കിതാബ്. അവർക്ക് അവരുടെ കർമ്മ പുസ്തകത്തിൽ നിന്ന് അവർക്കുള്ള വിഹിതം ലഭിക്കും. എന്തൊക്കെയാണോ രേഖപ്പെട്ട് കിടക്കുന്നത് അതൊക്കെയും അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു പറയാണ്. അവരുടെ കർമ്മങ്ങളൊക്കെ രേഖപ്പെട്ടിരിക്കുന്നു, അത് അവരുടെ മുമ്പിൽ ഹാജരാക്കുന്ന ഒരു സന്ദർഭവും വരും. എന്നിട്ട് അല്ലാഹു അതോട് ചേർത്ത് പറയാണ് ഹത്താ ഇദാ ജാഅത്തുഹും റുസുലുന, നമ്മുടെ ദൂതന്മാർ അവരെ സമീപിക്കുന്നത് വരെ. ഇവിടെ റുസുൽ ആരാണ്? പ്രവാചകന്മാരല്ല, മലക്കുകളാണ്. പിന്നെ പറയുന്ന വാചകത്തിൽ മനസ്സിലാവും എന്താണ് യതവഫൗനഹും. തവഫ, യതവഫ, മരിച്ചു എന്നുള്ള അർത്ഥമാണല്ലോ. ഇവിടെ യതവഫൗന, അവർ മരിപ്പിക്കുന്നുഹും, ഇവരെ, അഥവാ മലക്കുകൾ ഇവരുടെ ആയുസ് പൂർത്തീകരിക്കുന്നു അള്ളാഹുവിന്റെ കൽപ്പനയാൽ എന്ന് മനസ്സിലാക്കണം. തവഫ എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും ആ വാക്കിന്റെ ആശയം എന്താണ്? പൂർത്തീകരിക്കുക എന്നാണ്. വഫ, യുവഫി, വഫാത്ത്. സാധാരണ അങ്ങനെ ഒരു വാക്ക് പ്രയോഗിക്കാറുണ്ടല്ലോ അല്ലെ. അദ്ദേഹം വഫാത്തായി എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം പൂർത്തീകരിച്ചു എന്നാണ്. എന്താ പൂർത്തീകരിച്ചത്? അള്ളാഹു അയാൾക്ക് ഈ ഭൂമിയിൽ നിശ്ചയിച്ച ആയുസ് അയാൾ പൂർത്തീകരിച്ചു. അതാണ് സംഭവിച്ചത്. നമുക്ക് അത് പലപ്പോഴും അനുഭവപ്പെടുന്നു, അയാൾ പെട്ടെന്ന് മരിച്ചുപോയി. ഇപ്പൊ യുവാക്കൾ പെട്ടെന്ന് മരിക്കുന്നു. അപ്പൊ അതിന് കാരണം നമ്മൾ പറയും കോവിഡിന്റെ ഇഞ്ചക്ഷൻ എടുത്തത് കൊണ്ടാണ്, ഭക്ഷണശൈലി അങ്ങനെ ആയതുകൊണ്ടാണ്, ഇങ്ങനെ പല കാരണങ്ങൾ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? അള്ളാഹു ഒരാൾക്ക് നിശ്ചയിച്ച ആയുസ് അയാൾ പൂർത്തീകരിച്ചു. അപ്പൊ അയാൾ അള്ളാഹുവിലേക്ക് തിരിച്ചു പോകുന്നു. അതാണ് സംഭവിക്കുന്നത്. പക്ഷെ നമ്മുടെ കണക്ക് കൂട്ടലില് അയാൾക്ക് ഇത്രയല്ലേ പ്രായമായുള്ളൂ. ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ അകാല മരണം എന്നൊക്കെ നമ്മൾ ചില മരണങ്ങളെ കുറിച്ച് പറയും അല്ലെ. കാലം എത്തുന്നതിന് മുമ്പ് മരിച്ചുപോയി. പക്ഷെ അള്ളാഹുവിന്റെ കണക്കിലോ അയാൾ കൃത്യസമയത്താണ് മരണപ്പെട്ടിരിക്കുന്നത്. ഹത്താ ഇദാ ജാഅത്തുഹും റസൂലുന യതവഫൗനഹും, അവരെ മരിപ്പിക്കുകയാണ്, അഥവാ ആയുസ് പൂർത്തീകരിക്കുന്നു, റൂഹിനെ കൊണ്ടുപോകാൻ. ആ സമയം ആസന്നമാകുമ്പോൾ മലക്കുകൾ വന്നിരിക്കുന്നു, ഇയാളുടെ റൂഹിനെ പിടിക്കാൻ പോവാണ്. ആ സമയത്ത് മലക്കുകൾ ഇവരോട് ചോദിക്കുന്നൊരു ചോദ്യമാണ് പിന്നെ പറയുന്നത്. കാലു, എന്താ ചോദ്യം? ഐനമാ കുന്തും തദ്ഉന മിൻ ദൂനില്ലാഹ്. നിങ്ങൾ ഇത്രയും കാലം വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന എന്തൊക്കെയോ ദൈവസങ്കല്പങ്ങൾ ഉണ്ടല്ലോ, എവിടെ അവരൊക്കെ എന്ന് ചോദിക്കും. എന്തിനാ ചോദിക്കുന്നത്? നിങ്ങളുടെ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയായിട്ട്, അഭയകേന്ദ്രമായിട്ട് അവരെയാണല്ലോ കരുതിയത്. ഇപ്പൊ ഇതാ നിങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും ഗുരുതരമായ ആപത്ത് വരികയാണ്. എന്താണ് ആപത്ത്? മരണമാകുന്ന ആപത്താണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ മനുഷ്യൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നത്. വലിയ വലിയ ഗംഭീര ഹോസ്പിറ്റലുകളും അതുപോലെ സംവിധാനങ്ങളും ഉണ്ടാക്കി. പല വിധത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി മരണത്തെ മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിയുമെങ്കിൽ നിങ്ങൾ ഇപ്പോ നിങ്ങളുടെ ആ
ദൈവങ്ങളെ ഒന്ന് വിളിച്ചു നോക്കൂ, എന്നെ മരണത്തിൽ നിന്നൊന്ന് കാക്കണേ എന്ന് പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് പറഞ്ഞല്ലോ. അവധിയെത്തിയാൽ ആരും മരിച്ചേ പറ്റൂ, അത് മുന്തിക്കൂയില്ല പിന്തിക്കൂയില്ല. ഇപ്പൊ മരണം ആസന്നമായി. ഇതാ മലക്കുൽ മൗത്ത് വന്നിട്ട് റൂഹിനെ പിടിക്കാൻ പോവാണ്. ഈ സമയത്ത് മലക്കുൽ മൗത്ത് ചോദിക്കാണ്, ഐനമാ കുന്തും തദ്ഊന മിൻ ദൂനില്ല, അള്ളാഹുവെ കൂടാതെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരൊക്കെ എവിടെ? വല്ലാത്ത ചോദ്യമാണത് അല്ലെ? കാരണം ഈ ലോകത്ത് അവർ പ്രതീക്ഷ അർപ്പിച്ചത് അള്ളാഹുവിലല്ല. സങ്കടങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ ഒരുപക്ഷെ തങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരെ തന്നെ വിളിച്ചു പ്രാർത്ഥിച്ചു, അവർക്ക് ദിവ്യത്വം ഉണ്ടെന്ന് കരുതി. അതുപോലെ പലതരത്തിലുള്ള വ്യാജ ദൈവസങ്കല്പങ്ങളിലേക്ക് പോയി. അപ്പൊ എവിടെ അവര് ഒന്ന് വിളിക്ക് എന്ന് പറയുമ്പോ ഈ ആൾക്കാരെന്താ പറയാന്നറിയാം? മലക്കുൽ മൗത്തിനോട്, റൂഹിനെ പിടിക്കാൻ വന്ന മലക്കിനോട് അള്ളാഹു അല്ലാത്തവരിൽ പ്രതീക്ഷ അർപ്പിച്ച ആൾക്കാര് പറയാണ്, ഖാലു ലല്ലു അന്ന, അവർ ഞങ്ങളെ വിട്ടു പോയി കളഞ്ഞിരിക്കുന്നു. ലല്ല അൻ എന്ന് പറഞ്ഞാല് ഒരാളെ കൈവെടിഞ്ഞ് പോവുക എന്നുള്ളതാണ്. നമ്മൾ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൂടെയുള്ള ആള് പെട്ടെന്ന് മുങ്ങിക്കളഞ്ഞു എന്ന് പറയുന്ന പോലുള്ളൊരു അവസ്ഥയാണ്. ലല്ലു അന്ന, അവർ ഞങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു, ഞങ്ങൾക്ക് അവരെ കാണാൻ പറ്റുന്നില്ല, അവര് ഞങ്ങളെ കൈവിട്ട് ഓടി മറിഞ്ഞിരിക്കുന്നു എന്ന് പറയും. വല്ലാത്തൊരു അവസ്ഥയാണത് അല്ലെ? എന്തായിരിക്കും അങ്ങനെ? മരണവേളയിൽ ആർക്കും ആരെയും രക്ഷപ്പെടുത്താൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെടുത്താണ്. ഒരുപക്ഷെ സ്വന്തം ഉമ്മയുടെ, വാപ്പയുടെ മടിയില്, അല്ലെങ്കിൽ ഭാര്യയുടെ, ഭർത്താവിന്റെ, അല്ലെങ്കിൽ മക്കളുടെ ആരുടെയോ മടിയിൽ കിടന്ന് നമ്മൾ മരണപ്പെടുമ്പോ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മൾ മരണപ്പെടുകയാണ് എന്ന് ആരുടെ മടിയിലാണോ നമ്മൾ കിടക്കുന്നത് അയാൾക്ക് മനസ്സിലാകുന്നില്ല. ആലോചിച്ച് നോക്കൂ. ഞാൻ മരണപ്പെടുകയാണ് എന്നൊരു വാക്ക് നാവെടുത്ത് പറയാൻ നമുക്ക് കഴിയുന്നില്ല. വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയായിരിക്കും. വല്ലു അന്ന, എല്ലാവരിലുമുള്ള സകല പ്രതീക്ഷകളും നശിച്ചിരിക്കുന്നു. വശഹിദു അല അൻഫുസിഹിം, അങ്ങനെ അവർ അവർക്കെതിരിൽ സാക്ഷി പറയാൻ. ഇതുവരെ ഈ ലോകത്ത് വെച്ച് അവരെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുമ്പോൾ ഒരിക്കലും അവർ അംഗീകരിച്ചിരുന്നില്ല. നിങ്ങളുടെ വിശ്വാസം ശരിയല്ല കേട്ടോ, നിങ്ങൾ വഴികേടിലൂടെയാണ് സഞ്ചരിക്കുന്നത്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞ് അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവര്. അങ്ങനെയല്ല, ഞങ്ങള് നന്മയുടെ വഴിയിലാണ്, സത്യത്തിന്റെ വഴിയിലാണ്, ഞങ്ങളുടെ പൂർവികന്മാർ കാണിച്ചു തന്ന വഴിയിലാണ്. അപ്പൊ പൂർവികന്മാരൊക്കെ നരകത്തിലാണെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇങ്ങനെയൊക്കെയുള്ള വാദങ്ങളായിരുന്നു അവരുടെ. പക്ഷെ ഇപ്പോഴോ വശഹീദു അല അൻഫുസിഹിം, ശരിയാണ്, ഞങ്ങൾക്ക് തെറ്റു പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ ചില മുൻധാരണകളുടെ അടിസ്ഥാനത്തിൽ ജീവിച്ചു പോയി, ഞങ്ങൾ ആരൊക്കെയോ പറയുന്നതിന്റെ പിന്നാലെ സഞ്ചരിച്ചു പോയി എന്നൊക്കെ അവിടെ വെച്ച് അവർക്ക് തിരിച്ചറിവുണ്ടാണ്. അന്നഹും കാനു കാഫിരീൻ, ഞങ്ങള് സത്യനിഷേധികളായിരുന്നു എന്ന് അവര് ആ സമയത്ത് സ്വന്തത്തിനെതിരിൽ സാക്ഷി പറയും. വല്ലാത്തൊരു സന്ദർഭമാണത് അല്ലെ? ഖുർആൻ പലയിടങ്ങളിൽ ആ ശൈലിയില് പറയുന്നുണ്ടല്ലോ. ഫഅതറഫു ബിദംബിഹിം, അവർ അവരുടെ കുറ്റങ്ങൾ, അവരുടെ അബദ്ധങ്ങൾ തിരിച്ചറിഞ്ഞു. പക്ഷെ കാര്യമുണ്ടോ? കാര്യമില്ല. അതും മലക്കുൽ മൗത്ത് ചോദിക്കുന്ന ചോദ്യമാണ്. അല്ലെങ്കിൽ പരലോകത്ത് വെച്ച്, മലക്കുൽ മൗത്തല്ല, പരലോകത്ത് വെച്ച് നരകത്തിലേക്ക് ആളുകൾ ഇങ്ങനെ കടത്തി വിടുമ്പോ ആ സമയത്ത് നരകത്തിന്റെ കാവൽക്കാരന്റെ ചോദ്യമാണ് എന്താണ്? അലം യഅതികും നദീർ, അല്ല ഇതെന്താ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ എന്താണ് ഇങ്ങനെ നരകക്കാരായി പോയത്? നിങ്ങൾക്ക് താക്കീതുകാരെന്ന് വന്നിട്ടില്ലേ? പ്രവാചകന്മാര് വന്നിട്ട് ഇങ്ങനെ ഒരു നരകമുണ്ട് എന്ന് താക്കീത് ചെയ്തിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഫഅതറഫു ബിദംബിഹിം, അവര് കുറ്റബോധമുള്ളവരായിട്ട് മാറും, തെറ്റുകുറ്റങ്ങൾ തിരിച്ചറിയും. അപ്പൊ അവര് പറയുന്നില്ലേ, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ, ഞങ്ങൾ അന്ന് ആ വചനങ്ങൾ കേട്ടിരുന്നെങ്കിൽ, ഗ്രഹിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് നരകക്കാരാകുമായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് കാര്യമുണ്ടോ? അവസരങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. അതിനാൽ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഏത് വഴിയിലാണ് സഞ്ചരിക്കുന്നത്, ആരെയാണ് പിന്തുണക്കുന്നത്, ആരിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത്.
അയാൾ എന്നെ പരലോകത്ത് രക്ഷപ്പെടുത്തുമോ, അതോ ഈ ലോകത്ത് താൽക്കാലികമായ ഒരു കൂട്ടുകെട്ടായിട്ട് അത് മാറുമോ എന്നതിനെ കുറിച്ച് നന്നായിട്ട് ആലോചിക്കണം, അല്ലെങ്കിൽ അബദ്ധത്തിൽ അകപ്പെട്ടു പോകും എന്നുള്ളതാണ്. അടുത്ത സൂക്തം ഉണ്ടല്ലോ, ഇതിന്റെ തന്നെ തുടർച്ചയാണ്. ഇങ്ങനെയുള്ള ആൾക്കാര് പരലോകത്തെത്തുമ്പോൾ എന്തായിരിക്കും അവരുടെ അവസ്ഥ? അവര് പരസ്പരം പഴിപറയുന്ന അവസ്ഥയിലായിരിക്കും എന്നതാണ് 38-ാമത്തെ ആയത്തിൽ അള്ളാഹു വെളിപ്പെടുത്തുന്നത്. قال ادخلوا في أمم قد خلت من قبلكم من الجن والإنس في النار كلما دخلت أمة لعنت أختها حتى إذا اداركوا فيها جميعا قالت أخراهم لأولاهم ربنا هؤلاء أضلونا فآتهم عذابا ضعفا من النار قال لكل ضعف ولكن لا تعلمون. قال ആ സമയത്ത് പറയും, ഉദ്ഖുലു നിങ്ങൾ പ്രവേശിച്ചോളൂ, ഫി ഉമ്മമിൻ, ഉമ്മത്തിന്റെ ബഹുവചനമാണ്, സമൂഹം എന്ന് പറയാം. സമൂഹങ്ങൾ. ഫി ഉമ്മമിൻ സമൂഹങ്ങളിലേക്ക്, സംഘങ്ങളിലേക്ക് പ്രവേശിച്ചോളൂ. ഖദ് ഖലത് മിൻ ഖബ്ലിക്കും നിങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞുപോയതായ, ഖല യഖ്ലു കഴിഞ്ഞുപോയി, ഖാലി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ്. അയാള് കാലിയായി എന്ന് പറയില്ലേ മരണത്തെ കുറിച്ച്, അല്ലെ? അയാള് കഴിഞ്ഞുപോയി, ഈ ലോകം വിട്ട് കടന്നുപോയി എന്നുള്ളതാണ്. ഈ ലോകത്ത് നിന്ന് നേരത്തെ ശൂന്യരായി പോയ, ഇല്ലാതെയായി പോയ ആളുകൾ, ഖദ് ഖലത് മിൻ ഖബ്ലിക്കും നിങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞു പോയിട്ടുള്ള സമൂഹത്തിൽ നിങ്ങൾ പ്രവേശിക്കൂ. മിനൽ ജിന്ന് ജിന്നുകളിൽപ്പെട്ടവരും വൽ ഇൻസ് മനുഷ്യരിൽപ്പെട്ടവരുമായ. അവരിപ്പോ എവിടെ ഉള്ളത്? ഫിന്നാർ നരകത്തിലാണുള്ളത്. അങ്ങനെയാണ് അവർക്ക് മറുപടി ലഭിക്കുന്നത്. ആരാണ്? ഈ മലക്കുൽ മൗത്ത് നൽകുന്ന മറുപടിയാകാം, അതല്ലെങ്കിൽ നാളെ പരലോകത്തെത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു കൽപ്പനയാകാം. ഉദ്ഖുലു നിങ്ങൾ പ്രവേശിച്ചോളൂ, ഫി ഉമമിൻ സമൂഹങ്ങളിൽ, സംഘങ്ങളിൽ പ്രവേശിച്ചോളൂ, ഖദ് ഖലത് മിൻ ഖബ്ലിക്കും നിങ്ങൾക്ക് മുമ്പേ കഴിഞ്ഞു പോയിട്ടുള്ള സമൂഹങ്ങൾ, മിനൽ ജിന്നി വൽ ഇൻസ് ജിന്നുകളിലും മനുഷ്യരിലും പെട്ട അവര് ഫിന്നാർ നരകത്തിലാണ്, ആ നരകത്തിലേക്ക് നിങ്ങളും പ്രവേശിച്ചോളൂ. ഉദ്ഖുലു ഫിന്നാർ. അപ്പൊ അങ്ങനെ നരകത്തിലേക്ക് ഇങ്ങനെ ആട്ടിത്തളിക്കപ്പെടുകയാണ് മനുഷ്യര്. അങ്ങനെ നരകത്തിലേക്ക് കടന്നു പോകുമ്പോ എന്തായിരിക്കും നരകക്കാരുടെ മനസ്സിനകത്തുണ്ടാവുക? കുല്ലമ ദഖലത് ഉമ്മത്തുൽ ലഅനത് ഉഖ്തഹ. കുല്ലമ അപ്പോഴെല്ലാം, ദഖലത് പ്രവേശിക്കുമ്പോഴെല്ലാം, ഉമ്മത്തുൻ ഒരു സമൂഹം, ഒരു സംഘം നരകത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോ അവരെന്താ ചെയ്യാന്നറിയോ? ലഅനത് അവര് ലഅനത്ത് ചെയ്യും, അഥവാ ശപിച്ചു പോകും. ഉഖ്തഹ ആ ഉമ്മത്തിന്റെ സഹോദരിയെ ശപിക്കും. അവിടെ ഉമ്മത്തിന്റെ സഹോദരി എന്ന് പറഞ്ഞാൽ എന്താണ്? അഹുൻ സഹോദരൻ, ഉഖ്തുൻ സഹോദരി എന്നാണ്. അപ്പോ ഒരു ഉമ്മത്തിന്റെ സഹോദരി, ഒരു സമുദായത്തിന്റെ സഹോദരി എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ കടന്നുപോയ സംഘത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ, ലോകത്ത് 850 കോടി ഉണ്ട്, അല്ലെ? അവരുടെ കൂട്ടത്തിൽ നരകാവകാശികളായി മാറുന്ന ആളുകൾ നരകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് മുമ്പേ നരകത്തിലെത്തിയവരെ അവര് ശപിക്കും എന്നാണ് പറയുന്നത്.
കാരണം ആദ്യം കടന്നു പോയവരാണ് പിന്നാലെ വരുന്നവരെ നരകത്തിലേക്ക് വഴിതിരിച്ചു വിട്ടത്, തെളിച്ചത്, ആട്ടി വിട്ടത് എന്നാണ് അതിന്റെ ഉദ്ദേശം. അതുകൊണ്ട് അവർ ശപിച്ചു പോകും. ഹത്താ ഇദദ്ദാറകൂ ഫീഹാ ജമീഅൻ, അങ്ങനെ ഹത്താ വരെ, ഇദാ ഇദ്ദാറകു അവർ കണ്ടുമുട്ടുന്നത് വരെ, ഫീഹ അവിടെ, ആ നരകത്തിലേക്ക് എത്തിയിട്ട് കണ്ടുമുട്ടാണ്, ജമീഅൻ എല്ലാവരെയും കാണാണ്. കഴിഞ്ഞുപോയ ഒരുപാട് സമൂഹങ്ങൾ, അതുപോലെ തന്നെ മനുഷ്യരെ തെറ്റിലേക്ക് നയിച്ച ഒരുപാട് നേതാക്കന്മാരെയും പുരോഹിതന്മാരെയും അങ്ങനെയുള്ള പ്രസ്ഥാനത്തിന്റെ ആൾക്കാരെയും ഒക്കെ അവിടെ കണ്ടുമുട്ടാണ്. ആ സമയത്ത് ഖാലത്ത് ഉഖ്റാഹും ലി ഊലാഹും, ഖാലത്ത് പറയും, ഉഖ്റാഹും അവരിലെ പിൽക്കാലക്കാരായി വന്നവരുണ്ടല്ലോ, പിന്നാലെ വന്ന പിന്തി വന്ന ആൾക്കാര് പറയും, ലി ഊലാഹും അവരിൽ ആദ്യം മുൻകടന്നു പോയ ആളുകളെ കുറിച്ച് പറയും. ഉഖ്റ എന്നതിന്റെ എതിർവാക്കാണ് ഊല. ഉഖ്റ പിന്നാലെ വന്നവരാണ്, ഊല ആദ്യം പോയവരാണ്. ആഹിറത്തും അവലും പോലെ, അല്ലെ? ആഹിറും അവലും പോലെയാണ് ഈ വാക്കുകൾ. അപ്പോ പിന്നാലെ വന്നവർ മുന്നാലെ പോയവരെ കുറിച്ച് അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥന എന്നറിയോ? അതൊരു ശാപ പ്രാർത്ഥനയാണ്. റബ്ബന, ഞങ്ങളുടെ നാഥ, ഹാ ഉലാഇ അളല്ലൂന, ഹാ ഉല ഇവരുണ്ടല്ലോ, ഞങ്ങൾക്ക് മുമ്പേ നടന്ന് മുമ്പേ ജീവിച്ച് എന്നിട്ട് ഞങ്ങളെ വഴികേടിൽ അകപ്പെടുത്തി ഞങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്ന ആൾക്കാര്, ഇവര് അവല്ലൂന, അവല്ല വഴി തെറ്റിച്ചു, അവല്ലൂ അവർ വഴി പിഴപ്പിച്ചിരിക്കുന്നു, ന ഞങ്ങളെ വഴിതെറ്റിച്ചത് ഇവരാണ്. ഫ ആത്തിഹിം അതിനാൽ ഫ ആത്തി നീ നൽകണം, ഹിം ഇവർക്ക് നൽകണം, അദാബൻ ശിക്ഷ നൽകണം പടച്ചവനെ, ളിഅഫൻ ഇരട്ടി ശിക്ഷ നൽകണം, മിനന്നാർ ഈ നരകത്തിൽ നിന്നുള്ള ഇരട്ടി ശിക്ഷ നീ ഇവർക്ക് നൽകണമേ. ഇതാണ് പിൽക്കാലക്കാരായ ആൾക്കാര് മുൻഗാമികളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നത്. ആലോചിച്ച് നോക്കൂ. അപ്പൊ ആ സമയത്ത് അള്ളാന്റെ ഭാഗത്ത് നിന്ന് ഒരു മറുപടി ഉണ്ടാവും. എന്തായിരിക്കും? ലിക്കുല്ലിൻ ളിഅഫ്, ലിക്കുല്ലിൻ നിങ്ങൾ എല്ലാവർക്കും, മുൻഗാമികൾക്കും പിൻഗാമികൾക്കും ഒക്കെ, ളിഅഫുൻ ഇരട്ടി ശിക്ഷയുണ്ട്. വലാക്കിൻ എന്നാൽ ലാ തഅലമൂൻ നിങ്ങൾ അത് അറിയുന്നില്ല, നിങ്ങൾ ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല എന്നാണ് അള്ളാഹു ഒടുവിൽ പറയുന്നത്. വളരെ ഗൗരവതരമായ ഒരു സന്ദർഭമാണ്, അല്ലെ? നമ്മൾ ആരെയാണ് പിന്തുണക്കുന്നത്? ആര് പറയുന്നതനുസരിച്ചാണ് ജീവിക്കുന്നത്? ആരുടെ ഉപദേശമാണ് തേടുന്നത്? ആരെയാണ് അനുകരിക്കുന്നത്? ഒക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നാളെ പരലോകത്ത് എത്തുമ്പോഴാണ് എല്ലാം വെറുതെ ആയിരുന്നല്ലോ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. അല്ലാഹു തആല ശരിക്കും നടക്കാൻ പോകുന്ന ആ യാഥാർത്ഥ്യത്തെ ഈ സൂക്തത്തിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര കാരുണ്യവാനാണ്. അതുകൊണ്ടല്ലേ വരാനിരിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പൊ തന്നെ കാണിച്ചു തരും പോലെ നമ്മോട് പറയാണ്, ഇങ്ങനെയൊക്കെയാണ് വരാൻ പോകുന്നത് കേട്ടോ, അതുകൊണ്ട് സൂക്ഷിക്കണം. അത് ഉസ്താദായിരുന്നു, മറ്റേത് നേതാവായിരുന്നു, ഉമ്മയായിരുന്നു, വാപ്പയായിരുന്നു, അല്ലെങ്കിൽ ഭർത്താവ് പറഞ്ഞിട്ടാണ്, ഭാര്യ പറഞ്ഞിട്ടാണ്, മക്കള് പറഞ്ഞിട്ടാണ്. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പല കാര്യത്തിലും തീരുമാനം എടുക്കാം. അപ്പോഴാലോചിക്കേണ്ടത്, നാളെ പരലോകത്തെത്തുമ്പോ നമ്മൾ അവർക്കെതിരായിട്ട് പ്രാർത്ഥിക്കേണ്ടി വരുന്നൊരവസ്ഥ. വാപ്പ പറഞ്ഞിട്ട് ചെയ്തതാണ് പടച്ചോനെ, അതുകൊണ്ട് എന്നെയല്ല വാപ്പയാണ് ശിക്ഷിക്കേണ്ടത് എന്ന് മക്കള് പറയേണ്ടി വരികയാണ്. ഭർത്താവ് പറഞ്ഞിട്ടാണ്, ഭാര്യ പറഞ്ഞിട്ടാണ്, ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് അവരെയാണ് ശിക്ഷിക്കേണ്ടത്. അല്ലാഹു പറയും, നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും ഇരട്ടി ശിക്ഷയുണ്ട്, ആരും പേടിക്കണ്ട. ആലോചിച്ച് നോക്കൂ. ഉദ്ഖുലൂ ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലികും മിനൽ ജിന്നി വൽ ഇൻസി ഫിന്നാർ, നിങ്ങൾക്ക് മുമ്പേ നരകത്തിൽ പ്രവേശിച്ച മനുഷ്യ ജിന്ന് വർഗങ്ങളോടൊപ്പം നിങ്ങളും അകത്തേക്ക് പ്രവേശിക്കും. അങ്ങനെ നരകം ഉറപ്പായിട്ട് നമ്മള് നരകത്തിന്റെ വഴിയിൽ ഇങ്ങനെ നടന്നു പോകുന്ന രംഗം ആലോചിച്ച് നോക്കും. ആ സമയത്താണ്
നേരത്തെ ഇതേ വഴിയിൽ സഞ്ചരിച്ച് മരിച്ചു നരകത്തിലെത്തിയ ആൾക്കാരുണ്ടല്ലോ, തൊട്ട് മുമ്പേ സഞ്ചരിച്ച, അഥവാ ഇപ്പോ ഖിയാമത്താണ്, ആ സമയത്ത് വിചാരണ കഴിഞ്ഞിട്ട് നരകത്തിലേക്ക് ഓരോ സംഘങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ലാനത്ത് ഉഖ്തഹ, ഇതിന്റെ ഒക്കെ കാരണക്കാര് എൻ്റെ ഉമ്മയും വാപ്പയാണ്, അല്ലെങ്കിൽ എൻ്റെ മുൻഗാമികളാണ്, എൻ്റെ നേതാക്കന്മാരാണ്, അല്ലെങ്കിൽ പുരോഹിതന്മാരാണ്, അവരാണ് എന്നെ പറ്റിച്ചത്, അവർക്കാണ് നാശം എന്നൊക്കെ ഇങ്ങനെ പല്ലിറുമ്മിക്കൊണ്ട് നമ്മൾ അവർക്കെതിലൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. പക്ഷെ ഈ ലോകത്ത് വെച്ചത് പറഞ്ഞപ്പോഴോ നമ്മൾ അതൊന്നും അംഗീകരിച്ചില്ല. അവര് പുത്തമവാദികളാണ്, അവര് മറ്റേ ആൾക്കാരാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് എന്നൊക്കെ നമ്മൾ കരുതി പോയിട്ടുണ്ടാവും, അല്ലെ? വളരെ ആലോചിക്കേണ്ട വിഷയമാണ്. അപ്പൊ അങ്ങനെ പരലോകത്തെത്തിയിട്ട് നരകത്തിലെത്തിയിട്ട് പരസ്പരം ഈ സംഘങ്ങൾ, മുൻഗാമികളും പിൻഗാമികളും കണ്ടുമുട്ടുന്ന സമയത്ത് എന്താണ്, ഓരോ വിഭാഗവും മറ്റേ വിഭാഗത്തിനെതിരിൽ പ്രാർത്ഥിക്കുകയാണ്. പൊതുവെ നമ്മൾ പറയില്ലേ, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇത് ഖുർആനിലോ സുന്നത്തിലോ വല്ല തെളിവുണ്ടോ എന്ന് ചോദിച്ചാല് വാപ്പമാരായിട്ട് ചെയ്തു വരുന്നതാണ്, ഞങ്ങളുടെ തറവാട്ടിൽ പണ്ടേ ഉള്ളതാണ്, ഞങ്ങളുടെ പള്ളിയിൽ എപ്പോഴും നടക്കാറുള്ളതാണ്, അല്ലെങ്കിലും എല്ലാവരും ചെയ്യുന്നതല്ലേ, ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് നിങ്ങൾ എന്തിനാണ് തള്ളി പറയുന്നത്? എന്തോ ഒരു നന്മ ഉള്ളത് കൊണ്ടല്ലേ ലോകം മുഴുവനും അത് നടക്കുന്നത്? ഇതൊക്കെയാണ് നമ്മുടെ ന്യായം. ഇതൊക്കെ ന്യായമാകുമോ? ഒരിക്കലും ന്യായമാവില്ല എന്ന് മനസ്സിലാക്കണം. നാളെ അവിടെ എത്തുമ്പോൾ എതിരായിട്ട് പ്രാർത്ഥിക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, അള്ളാഹു അവന്റെ നീതി നടപ്പിൽ വരുത്താണ്, അല്ലെ? അതിലെ മുൻഗാമികളും പിൻഗാമികളും തമ്മിൽ ഉള്ള ബന്ധം പോലും വളരെ ഗുരുതരമായിട്ട് മാറുന്നു. നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരു നന്മ പഠിപ്പിച്ചു കൊടുത്താല് നാളെ പരലോകത്തെത്തുമ്പോൾ അത് നമുക്കും അത് ഗുണകരമാകും, നമ്മുടെ മക്കൾക്കും ഗുണകരമാകും. എനിക്ക് ഇങ്ങനെ ഒരു സ്വർഗം കിട്ടാൻ കാരണക്കാര് എൻ്റെ മാതാപിതാക്കളാണ് എന്ന് മക്കൾ മനസ്സിലാക്കും. അതേപോലെ തന്നെ മാതാപിതാക്കൾക്ക് സ്വർഗം നേടിക്കൊടുക്കുന്ന മക്കളും ഉണ്ട്, അല്ലെ? ആ നിലയ്ക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ഖിദ്മത്ത് ചെയ്തും അതുപോലെ ഒരുപാട് നന്മകൾ ചെയ്തിട്ടും ഈ മക്കളുടെ നന്മകളാൽ സ്വർഗത്തിലെത്താൻ മാതാപിതാക്കൾക്കും കഴിയും. അതിനൊക്കെ മിനിമം വിശ്വാസവും അതിനനുസരിച്ചുള്ള നിലപാടുകളൊക്കെ ഉണ്ടാകണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതാണ് സംഭവിക്കുക, ഇതിൽ ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ തലമുറ എപ്പോ കടന്നു പോയതായാലും മനസ്സിലാക്കേണ്ടതുണ്ട്, അവർക്കതിൻ്റെ ഫലം ലഭിക്കും എന്നുള്ളതാണ്. അത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണത് എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലെ? വളരെ ഗൗരവപ്പെട്ട വിഷയമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്ത് ഇപ്പോ നടക്കുന്ന കൊലപാതകങ്ങൾ ആലോചിച്ചു, ഒരുപാട് കൊലപാതകങ്ങൾ പല പേരിൽ നടക്കുന്നു. ഈ അടുത്തായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഞെട്ടിക്കുന്ന കൊലപാതകങ്ങൾ നടന്നു. ഈ കൊലപാതകങ്ങളിലൊക്കെയും ഒരു പങ്ക് ആർക്കുണ്ടാവും? ലോകത്ത് ആദ്യമായിട്ട് കൊലപാതകം കാണിച്ച ആൾക്കുണ്ടാവും. ഹദീസിൽ വന്നതാണ്, ഹാബീല് ഹാബീലിനെ വധിച്ചല്ലോ, ആദം സന്തതികൾ. അപ്പോ ഹാബീലാണ് ലോകത്ത് ആദ്യത്തെ കൊലയാളി. അതുകൊണ്ട് ലോകത്ത് നടക്കുന്ന സകല കൊലപാതകങ്ങളുടെയും ഉത്തരവാദിത്വം ഹാബീലിനുണ്ടാകും എന്നാണ്. വല്ലാത്തൊരു സംഭവമാണത്. അങ്ങനെ ഓരോ കാര്യത്തിലും ഇപ്പൊ സിനിമകളും അതുപോലെ പലതും കൊലപാതകങ്ങളുടെ പല രീതികൾ പഠിപ്പിക്കുന്നുണ്ട്, അല്ലെ? പലതരത്തിലുള്ള തിന്മകളിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് ഒരാൾ മറ്റൊരു തിന്മ ചെയ്തു കഴിഞ്ഞാല് ആരാണോ അത്തരത്തിലുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്തത് അവർക്കൊക്കെ അതിന്റെ കുറ്റം കിട്ടൂലേ? തീർച്ചയായിട്ടും കിട്ടും. അപ്പോ അവർക്കെതിരിലുള്ള പ്രാർത്ഥന അവിടെ വെച്ച് നമ്മൾ നടത്തും. നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്തെങ്കിലും ദുശീലങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന് കൂട്ടു നിന്ന് കൊടുത്താല് നാളെ പരലോകത്തെത്തുമ്പോൾ അവർ നമുക്കെതിരെ പ്രാർത്ഥിക്കും. അതാണ് സങ്കടകരം. നമ്മൾ തൽക്കാലം മോനല്ലേ, അവന് വിഷമിക്കല്ലേ, അവന് മനസ്സിന് സന്തോഷമായിക്കോട്ടെ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ പല കാര്യങ്ങളും വിട്ടുവീഴ്ച. പക്ഷെ പരലോകത്തെത്തുമ്പോൾ അവര് നമുക്കെതിരെ പ്രാർത്ഥിക്കും. എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ ആണ് എന്നെ ഇങ്ങനെ ആക്കിയത്, അവരാണ് ഇസ്ലാമികമായ ബോധത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചത്, അവരൊന്ന് എന്നെ നിർബന്ധിച്ചിരുന്നെങ്കിൽ, ഒന്ന് ഓർമ്മിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ആകുമായിരുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടും. ഇതേപോലെ തന്നെ
ഒരു കാലത്ത് നടക്കുന്ന ഒരു തിന്മയുടെ അനന്തരഫലം ലോകത്ത് പിൽക്കാലത്ത് വീണ്ടും ഒരുപാട് കാലം നീണ്ടു നിന്നേക്കും. ഉദാഹരണത്തിന് ജപ്പാനിൽ നടന്നിട്ടുള്ള ഹിരോഷിമയിൽ നാഗസാക്കിയിലും നടന്ന ഗുരുതരമായ ആണവായുധ പ്രയോഗം ഉണ്ടല്ലോ, അതിന്റെ ഇരകൾ ഇപ്പോഴും ലോകത്തുണ്ടെന്നല്ലേ പറയുന്നത്, അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ശിക്ഷ അതിന്റെ സംവിധായകരായ ആ കാലഘട്ടത്തിൽ അത് ചെയ്ത കൂട്ടർക്ക് കിട്ടൂലേ? ഇപ്പൊ ഗസയിൽ 1,00,000-ഓളം മനുഷ്യര്, നിരപരാധികൾ അന്യായമായിട്ട് വധിക്കപ്പെട്ടിരിക്കുന്നു. ജന്മനാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെറുത്തുനിൽപ്പ് സമരം നടത്തിയവരാണ് അവർ. അവരൊരിക്കലും ഭീകരന്മാരൊന്നുമല്ല, അങ്ങനെ മീഡിയകൾ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിലും. ആലോചിച്ച് നോക്കൂ, എത്ര മനുഷ്യരാണ് കൈകാലുകൾ ഛേദിക്കപ്പെട്ട് മൃതപ്രായരായിട്ട് കഴിയുന്നത്? എത്ര മക്കൾക്കാണ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടത്? എത്ര മാതാപിതാക്കൾക്കാണ് മക്കളെ, അതുപോലെ ഇണകൾക്ക് തുണകളെ നഷ്ടപ്പെട്ടത്? അല്ലെ? ഇതിന്റെയൊക്കെ തുടർച്ച എത്ര കാലം നിലനിൽക്കും? തലമുറകളോളം അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കില്ലേ? അതിനെല്ലാം ഇസ്രയേലിലെ ആ ഭരണകൂടം മറുപടി പറയേണ്ടി വരില്ലേ? ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പരലോകമെങ്ങാൻ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെ യഥാർത്ഥ നീതി പുലരും എന്നാലോചിക്കേണ്ടി വരിക. യുദ്ധക്കുറ്റവാളി എന്ന് പറഞ്ഞ് ഒരുപക്ഷെ നെതന്യാഹുവിനെ ശിക്ഷിച്ചേക്കാമെങ്കിലും അയാൾ കൊന്നുകൂട്ടിയ 1,00,000 മനുഷ്യർ, അത്രയും കൊലപാതകങ്ങൾക്ക് അയാൾക്ക് എവിടെയാണ് ശിക്ഷ ലഭിക്കുക? അതിനൊരു സംവിധാനം വേണ്ടേ? തീർച്ചയായിട്ടും അതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതിനാൽ നന്മ തിന്മകൾ നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെട്ട് കൃത്യമായിട്ട് വിലയിരുത്തപ്പെടും. അതിൽ വളരെ ഗൗരവപ്പെട്ട വിഷയമാണ് നമ്മൾ ആരുടെ പക്ഷം ചേരുന്നു എന്നത്. ഇത് സ്വർഗത്തിലേക്കുള്ള യാത്രാ സംഘമാണോ അല്ലയോ എന്ന നല്ല തിരിച്ചറിവ് നമുക്ക് ഓരോ നിമിഷവും ഉണ്ടാവണം. തൽക്കാലം ആരുടെയെങ്കിലും കൂടെ കൂടിയിട്ട് ന്യായം പറഞ്ഞ് അവർക്ക് വേണ്ടി വാദിച്ചിട്ടൊരു കാര്യമില്ല. നാളെ പരലോകത്ത് ഇതെനിക്ക് ഉപകരിക്കുമോ എന്ന് ആലോചിക്കണം. അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ നമ്മളും നമ്മുടെ കൂടെ നിന്ന, നമ്മെ മുന്നോട്ട് നയിച്ച, ആർക്കൊക്കെ വേണ്ടിയാണോ നമ്മൾ സിന്ദാബാദ് വിളിച്ചത്, അങ്ങനെയുള്ള നേതാക്കന്മാർക്ക് എതിരായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടി വരും. പടച്ചോനെ, ഞങ്ങളെക്കാൾ ഇരട്ടി ശിക്ഷ ഇവർക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം എന്താണ്? ഇവര് സ്വയം പിഴച്ചു എന്ന് മാത്രമല്ല, ഞങ്ങളെ പിഴപ്പിക്കുകയും ചെയ്തതിന്റെ ശിക്ഷ ഇവർക്ക് കൊടുക്കണം, ഞങ്ങൾക്ക് കിട്ടേണ്ടതും ഇവർക്ക് കൊടുക്കണം എന്ന് പറയും. അപ്പോഴാ അള്ളാന്റെ മറുപടി, ലിക്കുല്ലിൻ ദിഅഫ്, എല്ലാവർക്കും ഇരട്ടിയുണ്ട്. നീ സ്വയം പിഴച്ചു, നിന്നിലൂടെ മറ്റു പലരും പിഴച്ചു, അതുകൊണ്ട് നിനക്കും ഇരട്ടി ശിക്ഷയുണ്ട്. നീ പിഴച്ചതിന് അവരാണ് ഉത്തരവാദി. നിനക്ക് സ്വയം തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലേ? അവരെന്ത് ചെയ്താൽ, എങ്ങനെ പ്രേരിപ്പിച്ചാലും നിന്റെ കാര്യത്തിൽ നീയാണ് തീരുമാനം എടുക്കുന്നത്. അതിനാൽ ആ മനസ്സാക്ഷിയെ കളങ്കപ്പെടുത്തിയിട്ട് ഇങ്ങനെ തിന്മകളിൽ മുഴുകിയതിന് നിനക്കും ഇരട്ടി ശിക്ഷയുണ്ട്. കാരണം നിന്നിലൂടെ അടുത്ത തലമുറ ആ തിന്മ അനുകരിച്ചിട്ടുണ്ടാവും. വല്ലാത്തൊരു മറുപടിയാണതല്ലേ? വലാക്കില്ലാത്ത ആലമോൻ, പക്ഷെ നിങ്ങളത് തിരിച്ചറിയുന്നില്ല എന്നല്ലാഹു ചേർത്ത് പറയുന്നു. ഈ വചനങ്ങൾ കേൾക്കുമ്പോഴും നമ്മിൽ വേണ്ടത്ര തിരിച്ചറിവ് ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ നിർഭാഗ്യവാന്മാരാകും. ഈ ഭൂമിയിൽ വെച്ച ഈ ആളുകൾ അത് തിരിച്ചറിഞ്ഞില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഗുരുതരമായ സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. വളരെ ഗൗരവപ്പെട്ട, വളരെ ശ്രദ്ധേയമായ സൂക്തങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും സ്വയം നമ്മെ മഹ്ശറിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ആലോചിച്ച് നോക്കണം. ഞാൻ ഇങ്ങനെ ആർക്കെങ്കിലും എതിരിൽ പ്രാർത്ഥിക്കേണ്ട ഗതികേട് ഉണ്ടാകുമോ? എന്നെ ആരെങ്കിലും വഴികേടിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ, മാറി നിൽക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ് എന്ന് ഈ സൂക്തങ്ങൾ മുൻനിർത്തിയിട്ട് നിലപാടെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവേ, അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, മനസ്സാക്ഷി അനുസരിച്ച്, മനസ്സിനകത്തുള്ള ശുദ്ധമായ ഈമാനിന്റെ താല്പര്യം അനുസരിച്ച്, പരലോകം മുൻനിർത്തി നിന്റെ പ്രീതി ആഗ്രഹിച്ച് മാത്രം നിലപാടുകൾ സ്വീകരിക്കാൻ തൗഫീഖ്. എല്ലാ വഴികേടുകളിൽ
കാത്തു രക്ഷിക്കണേ റബ്ബേ. പടച്ചവനെ, തെറ്റിലേക്ക് തിന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ സമൂഹത്തിലെ നേതാക്കന്മാര്, പുരോഹിതന്മാർ, ഇങ്ങനെ സകലരിൽ നിന്നും കാവൽ നൽകി അനുഗ്രഹിക്കുന്നതാണ്. അതെല്ലാ സന്ദേശങ്ങളും സഫലീകരിച്ചു തരണേ റബ്ബേ. എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾക്ക് നീ എളുപ്പമാക്കി മാറ്റി തരണേ റബ്ബേ. ഞങ്ങളിൽ മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവരെയും ഞങ്ങളെയും എല്ലാം നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കണേ റബ്ബേ. രോഗികളായവർക്ക് ശിഫ നൽകണേ നാഥ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وصحبه أجمعين. والحمد لله رب العالمين. عليكم السلام ورحمة الله وبركاته.